ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഡെവലപ്മെന്റ്സിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നയതന്ത്ര നീക്കങ്ങൾ അകത്ത് വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അതിൽ പുരോഗതി ഉണ്ടായേക്കും, അതുമായി ബന്ധപ്പെട്ട ഒരു ഫലം ഉണ്ടാകുമെന്ന് തന്നെയല്ലേ? ദിവ്യ, അതുപോലും എത്ര കണ്ട് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുമെന്ന് ട്രംപിന്റെ പ്രതികരണം, ഇതുവരെയുള്ള അദ്ദേഹം നടത്തിയ പ്രതികരണം വെച്ച് ഒരു വിലയിരുത്തൽ എത്താൻ സമയമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ മാസമാണ് അദ്ദേഹം സൗദി അറേബ്യയിലും ഖത്തറിലും UAE-യിലും സന്ദർശനം നടത്തിയത്. അബുദാബിയിൽ നിന്ന് അദ്ദേഹം തിരികെ അമേരിക്കയിലേക്ക് മടങ്ങുമ്പോൾ എന്താണ് പറഞ്ഞത്? ഈ മാസം ഗസയിൽ നിന്ന് നല്ല ചില വാർത്തകൾ വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ അറബ് മാധ്യമങ്ങളും അതിന് വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. ഒരു വെടിനിർത്തൽ വരാൻ പോകുന്നു, ഇസ്രായേലിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറാകുന്നു, $1 ട്രില്യൺ കരാറുകളിൽ ഗൾഫ് രാജ്യങ്ങൾ ഒപ്പുവെച്ചത് കൊണ്ട് സാമ്പത്തിക താല്പര്യങ്ങൾക്കായിരിക്കും ട്രംപ് മുൻതൂക്കം നൽകിയ. പക്ഷേ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നിപ്പോൾ ഈ സമയത്ത് 160-ലധികമാണ് മരണം. ഒരൊറ്റ ദിവസത്തിനുള്ളിലുള്ള മരണം 160. ആ മരണത്തിൽ തന്നെ ഏതാണ്ട് 80ഓളം പേർ കൊല്ലപ്പെട്ടത് ഭക്ഷണത്തിന് വേണ്ടി പിന്നിട്ട ദിവസങ്ങളിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യർ, വരി നിന്ന മനുഷ്യർക്ക് നേരെ അവരുടെ നെഞ്ച് നോക്കി വെടിയുതിർത്തുകൊണ്ടാണ് ഈ മനുഷ്യരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അല്പം മുമ്പ് UN-ന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു, ഇത്തരം മാരകായുധങ്ങൾ ഒരിക്കലും ഈ ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന മനുഷ്യർക്ക് നേരെ പ്രയോഗിക്കരുതെന്ന്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ ആയിട്ട് 100 കണക്കിന് മനുഷ്യരെയാണ് ഈ വിധത്തിൽ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ശ്രദ്ധയും ഇറാൻ ഇസ്രായേൽ എന്ന ഒരു വിഷയത്തിലേക്ക് മാറിയപ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടനശീകരണം, അതായത് വംശഹത്യയുടെ ഏറ്റവും ക്രൂരമായിട്ടുള്ള അനുഭവ പരമ്പരകളാണ് ഇപ്പം ഖാൻ യൂനിസിലും അതോടൊപ്പം തന്നെ റഫയിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ലോകം അത് മറന്നിരിക്കുന്നു. ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ ഉണ്ടാകുമോ എന്ന ചർച്ചയിലേക്ക് ലോകം മാറിയിരിക്കെ പൂർണ്ണമായിട്ടും ഈ ഒരു വംശഹത്യ അതിന്റെ ഏറ്റവും ട്രംപിന്റെ ഒരു പ്രതികരണമായതുകൊണ്ട് തന്നെ അത് വിശ്വസനീയമല്ല, എന്തും സംഭവിച്ചേക്കാം എന്നതാണ് സാഹചര്യം. എന്തായാലും അടുത്തയാഴ്ച വളരെ നിർണായകമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കും. ചർച്ചയിൽ പുരോഗതിയുണ്ട് എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ ഇറാൻ ഇപ്പോൾ തള്ളിക്കളയുന്നുണ്ട്. ചർച്ചയ്ക്ക് തയ്യാറായി എന്ന തരത്തിലുള്ള വാർത്തയൊക്കെ ഇറാൻ തള്ളിക്കളയുകയാണ്. യുദ്ധക്കൊതിയനുമായി ഒരിക്കലും അത് സംഭവിക്കില്ല എന്നാണ് ഇറാനിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം. ഈ നിമിഷവും ശക്തമായ ആക്രമണം തന്നെ ഇസ്രായേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകൾ വളരെ നിർണായകം തന്നെയാണ് എന്ന് വേണം കരുതാൻ. കാരണം അതിശക്തമായ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഒരു ശക്തമായ തിരിച്ചടി തന്നെ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇനി അമേരിക്ക നേരിട്ട് തന്നെ യുദ്ധത്തിലേക്ക് കടന്നു വരുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഡെവലപ്മെന്റ്സിലേക്ക് വരും മണിക്കൂറുകളിൽ കടക്കേണ്ടി വരും. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകും. എന്തായാലും നയതന്ത്ര നീക്കവും സജീവമാണ് എന്നതിലാണ് ഒരു പ്രതീക്ഷയുള്ളത്. അഫ്താബ് റഹ്മാനും അതുപോലെ തന്നെ MC നാസറുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.